ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് നാടൻ കറികളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഏത്തക്കായ, കപ്പക്ക, 2 പിടി പരിപ്പ് ഒക്കെ ചേർത്തിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഏത്തക്കായ നീളത്തിൽ 4 കീറി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കപ്പയ്ക്കും ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് 2 പിടി പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഏത്തക്കായയും കപ്പയ്ക്കും നല്ലപോലെ കഴുകി കറയെല്ലാം കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും. ഇനി ഒരു നേന്ത്രക്കായ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്ത് നല്ലപോലെ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിരിയമുളക് പൊടി ഒരു കളറിന് മാത്രം ചേർത്താൽ മതി. എരിവിന് ഇതിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച കുരുമുളക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കായ പെട്ടെന്ന് വെന്ത് കിട്ടും. 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ 2 പിടി തേങ്ങ, 5-6 ചെറിയ ഉള്ളി, 4-5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ഇതെല്ലാം ചതച്ച് കായ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളത്തോടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി ഈ വെള്ളത്തോടെ തന്നെ വാങ്ങി വെക്കുക. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും കായ ഇതെല്ലാം കുടിച്ച് പാകത്തിന് റെഡിയായി കിട്ടും. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. വെള്ളമെല്ലാം വറ്റി പാകത്തിന് കായ റെഡിയാവും. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. 2 കറിയിലേക്ക് ഒരുമിച്ച് താളിച്ചൊഴിക്കുക. പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൽ കുറച്ച് ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് ഉപ്പ് എരിവൊക്കെ നോക്കി ഇതിലിനി കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് വാങ്ങി വെച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 4-5 വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള ചെറുതായി മുറിച്ചതും, ഒരു പിടി തേങ്ങ ചിരകിയ തേങ്ങ 1 പിടിയും ചേർത്ത് ഇനി ഇത് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കണം. ഇതെല്ലാം കൂടെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും 2 വറ്റൽമുളകും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഊണിൻ്റെ കറി റെഡിയായി. പരിപ്പ്, കായ, കപ്പക്ക, എലിശ്ശേരിയും നേന്ത്രക്കായ വട്ടനും റെഡിയായി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഊണിന് ഈ ഒരു 2 കറി മാത്രം മതി. താങ്ക് യു ഫോർ വാച്ചിങ്.